ക്രോഷ്യ റോസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ ഷോ യു ക്യാൻ ഗോ ഫ്രം ദിസ് ടു ദിസ്. യൂഷ്വലി നെക്സ്റ്റ് റോ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് പോലെ കാണുന്നത് ബിക്കോസ് വി സ്കിപ്ഡ് എ സ്റ്റിച്ച് ഇൻ ദ പ്രീവിയസ് റോ. എവിടെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ മേക്കിംഗ് എ സ്റ്റിച്ച് ഇൻ ദ. ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഐ എം മേക്കിംഗ് എ സിംഗിൾ ക്രോഷ്യ ഇൻ ദാറ്റ് സ്റ്റിച്ച് ടു. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ കണ്ടിന്യൂ ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് ഞാൻ ഇവിടെ ടേൺ ചെയ്യണം ബിക്കോസ് ഞാൻ സിംഗിൾ ക്രോഷ്യ റോ ആ ചെയ്യുന്നത്. നോർമലി പോലെ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിനെ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് I'll continue making the single crochet for the whole row. ആ റോ ഫിനിഷ് ചെയ്തിട്ട് ആസ് യൂഷ്വൽ ഞാനൊരു ചെയിൻ 1 ചെയ്യും, ടേൺ ചെയ്യും ആൻഡ് അഗെയിൻ ദ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഞാനൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. അഗെയിൻ ഐ വിൽ ടേക്ക് എ ന്യൂ സ്റ്റിച്ച് മാർക്കർ ആൻഡ് മാർക്ക് ദാറ്റ് സ്റ്റിച്ച്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിലും സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റോയിൻ്റെ ബിഗിനിങ്ങും എൻഡിലും ഓരോ സ്റ്റിച്ച് മാർക്കേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ പുതിയ റോ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇൻ ദി എൻഡ് വിൽ സീ ദ സ്റ്റിച്ച് മാർക്കർ. സോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ആ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം എന്നുള്ളത്. സോ ദിസ് ഹെൽപ്സ് us എൻഷുർ ദാറ്റ് നമ്മൾ ഒരു സ്റ്റിച്ചും സ്കിപ്പ് ചെയ്യില്ല എന്നുള്ളത്. സോ ഇതുപോലെ ഓരോ തവണയും നമ്മൾ പുതിയ റോ ചെയ്യുമ്പോഴത്തേനും ഒരു സ്റ്റിച്ച് മാർക്കർ ഇടുക. ഒത്തിരി റോസ് ചെയ്യുന്ന വർക്കിൽ നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാം. So this helps us ensure that we get a straight line with each row.